നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ CCTVയിൽ 10 ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 9 വിൻഡോ മാത്രമേ ഇപ്പോൾ കാണുന്നത്. 9 എണ്ണം ആണ് ഇവിടെ കാണുന്നത്. ഒരെണ്ണം ബ്ലാങ്ക് ആയിരിക്കുകയാണ്. ആ ക്യാമറയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ NVRയിൽ നിന്ന് നേരിട്ട് കേബിൾ എടുത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കണക്ട് ആകുന്നില്ല. ഈ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ക്യാമറ കണക്ട് ആകുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ അത് സെർച്ച് ചെയ്താലും ഈ ക്യാമറയുടെ നമുക്കൊന്ന് നോക്കാം. ചാനൽ സെറ്റ് ചെയ്ത് ഇതിനകത്ത് 10 എണ്ണം, ഇതിൽ 10 ക്യാമറ ഉണ്ടെങ്കിലും ഒരെണ്ണം ഓഫ്ലൈനാണ്, ബാക്കി 9 എണ്ണം കണക്റ്റഡ് ആണ്. ഈ ഓഫ്ലൈൻ നമുക്ക് ഇത് നോർമൽ കേസിലാണെങ്കിൽ ഇത് സെർച്ച് ചെയ്താൽ അതിനകത്ത് വരേണ്ടതാണ്. ഇതിപ്പോൾ അത് കളഞ്ഞ് ഇതിലിപ്പോൾ സെർച്ച് കൊടുത്താൽ പുതിയ ക്യാമറ, ഏത് ക്യാമറ കണക്ട് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്ട് ആയി വരും. പക്ഷെ ഇത് വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ കണക്റ്റ് ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിപ്പോൾ അതിനകത്ത് വന്നില്ല. പുതിയ ഏത് ക്യാമറ കണക്ട് ചെയ്താലും സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നതാണ്. അത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ആഡ് ചെയ്ത് നമുക്ക് അത് കണക്ട് ആവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ 9 എണ്ണം കണക്ട് ആയിട്ടുണ്ട്, 10ാമത്തെ കണക്ട് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഞാൻ മുമ്പ് ഒരിക്കൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നിട്ട് അത് കംപ്ലൈൻറ്റ് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒന്നും കൂടി ശ്രമിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, റൊട്ടേറ്റ് ചെയ്യാനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ കേബിള് കട്ടാവും. ഇതിനകത്ത് 8 വയറാണ് ഇതിനകത്ത് ഈ ഒരൊറ്റ കേബിളിൽ വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വയറ് ചെറുതായിട്ട് ഇവിടെ ബെൻഡ് ട്വിസ്റ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത് ഇതിനകത്ത് കട്ടാവും ആണ് സാധാരണ ചെയ്ത് പ്രശ്നം കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് ജോയിൻ്റ് ചെയ്താൽ ഇത് ശരിയാകുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ്. മുമ്പ് ഒരിക്കൽ അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ശ്രമിക്കാനാണ്. അത് ഈ ക്യാമറയല്ല, വേറൊരു ക്യാമറയായിരുന്നു. ഇതിപ്പോൾ ഡക്കിലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറയാണ് ഇത് വരുന്നത്. അങ്ങനെ 8 ക്യാമറ, 9 എണ്ണം ഡക്കിലിങ്ക് തന്നെയാണ്. ഒരെണ്ണം മാത്രം മറ്റൊരു ബ്രാൻഡിൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അകത്തൊന്നും ബോർഡിനൊന്നും സാധാരണ കേസിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും വരാറില്ല. പക്ഷേ ഈ കേബിള് ഇതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള കേബിളുകളാണ്. അപ്പോൾ ഇത് ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ പല ഒറ്റ വയറല്ല, ഇതിനകത്ത് 8 കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് ചെറിയ ബ്രേക്ക് വന്നാൽ നമുക്ക് കണക്ഷൻ കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഈ ടെസ്റ്റ് വരുന്ന ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്യണം. നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുന്നില്ല, ഒരു പേസ്റ്റൊക്കെ ഇട്ട് ഇത് വാട്ടർ പ്രൂഫിങ്ങിന് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ നോക്കുന്നില്ല. നമ്മളിവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ ഇതിവിടെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് കുറച്ച് കട്ട് ചെയ്ത് ഇവിടെയും കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ കുറച്ച് ഡാമേജ് ഇങ്ങനെ ട്വിസ്റ്റ് ആയ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലേശം കട്ട് ചെയ്യാം. ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് വയർ പുറത്തെടുത്തിട്ട് അതേപോലെ ഇവിടെയും ഡാമേജ് ഉള്ള കുറച്ചൊരു പീസ് ഈ സെൻറ്ററിൽ ഈ ട്വിസ്റ്റ് വരുന്ന ഈ ആംഗിള് റൊട്ടേഷൻ വരുന്ന ആ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. നമുക്ക് കൂടുതലുണ്ട്, ലെങ്ത് ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പോയിക്കോട്ടെ. ഇത് കഴിച്ച് ബാക്കി ഭാഗം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും പീസ് നമ്മൾ അതിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് സ്ട്രിപ്പ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രിപ്പ് കൊണ്ട് നീക്കിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 8 അല്ല 9 വയറാണ് കാണുന്നത്. മൊത്തം 9 വയറുണ്ട് ഇതിൽ. ഇതിൻ്റെ തലയ്ക്ക് കുറേശ്ശെ നമുക്ക് ഇത് കത്രി കൊണ്ട് ചെറുതായിട്ട് കുറേശ്ശെ കളയേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ചെറിയൊരു ഈ ഷ്രിങ്ക് ഈ സ്ലീവ് ഇട്ടിട്ടാണ് നമ്മളത് ജോയിൻ്റ് ചെയ്ത് ഇതിൽ ചെറിയ സ്ലീവ് വെച്ച് ഹീറ്റ് ചെയ്ത് നമ്മളത് ഇൻസുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരല്പം എല്ലാം കുറേശ്ശെ നമുക്ക് ഒരുപാട് കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ എല്ലാം കുറേശ്ശെ സ്ട്രിപ്പ് ചെയ്യണോ ചെറുതായിട്ട്. സോൾഡർ ചെയ്യാനായതുകൊണ്ട് ഒരുപാട് കളയേണ്ട കാര്യമില്ല. അതേപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടെയും കുറച്ച് സ്ലീവ് ചെയ്തിപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ജോയിൻ്റ് ചെയ്യണം. ഈ കളറ് നോക്കിയിട്ട് അതേ കളർ നോക്കി തന്നെ മാറാതെ ജോയിൻ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് കേബിളൊക്കെ ജോയിൻ്റ് ചെയ്തു. ഇപ്പോൾ സ്ലീവൊക്കെ ഇട്ട് എല്ലാം കറക്റ്റ് ചെയ്തെങ്കിലും പിന്നെ ഇത് വർക്ക് ചെയ്തില്ല. അവസാനം ഇവിടെ ഈ ഉദ്ദേശ എൻഡിലല്ലായിരുന്നു പ്രശ്നം. ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വേറെ ജോയിൻ്റ് ചെയ്തൊക്കെ നോക്കിയാണ് സ്ലീവൊക്കെ ഇട്ട്. പക്ഷെ അത് അപ്പോൾ അതുകൊണ്ട് വർക്കായില്ല. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ വേറെ കേബിള്, ഈ കേബിള് മൊത്തത്തിൽ പുതിയത് വാങ്ങി.
ഇത് 350 രൂപയ്ക്ക് ഇത് ഓൺലൈനിൽ തന്നെ കിട്ടുന്നതാണ്, ആമസോണിൽ നിന്ന്. 2 ക്യാമറ പ്രശ്നമുള്ള 2 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേബിൾ മൊത്തത്തിൽ മാറ്റാമെന്ന് വെച്ചു. സാധാരണ ബോർഡിനൊന്നും അങ്ങനെ നോർമൽ കേസിൽ കംപ്ലൈൻറ്റ് കേബിളിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് വരിക. ചിലപ്പോൾ ഈ എൻഡിൽ പിന്നുകൾ ചിലപ്പോൾ ലൂസ് കോണ്ടാക്ട് വന്ന് ചിലപ്പോൾ പിന്ന് കത്തിപ്പോവും ഉണ്ട്, അങ്ങനെ കട്ടായി വരാം. അങ്ങനെ പല പ്രശ്നങ്ങൾ, കോണ്ടാക്റ്റിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ചിലപ്പോൾ വെള്ളം നനവ് ഇറങ്ങിയിട്ടോ മറ്റുമൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യാണ്ട് വരും. ഇതിനകത്ത് 9 കേബിളാണ് ഇതിലിപ്പോൾ നോക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ 9 എണ്ണത്തിൽ എന്തെങ്കിലും ഒരെണ്ണത്തിന് ചെറിയ ലൂസ് കോണ്ടാക്റ്റോ കട്ടോ എന്തെങ്കിലും ബ്രേക്കൊക്കെ വന്നാൽ ഇത് ഒരെണ്ണം പ്രശ്നം വന്നാൽ മതി വർക്കാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ കേബിൾ അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ 2 ക്യാമറ പ്രശ്നമുള്ളതുണ്ടായിരുന്നു. ഡക്ലിങ്ങിൻ്റെ തന്നെയാണ് ഈ 2. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മളിപ്പോൾ മാറ്റി, ഓൾറെഡി ഒരെണ്ണം ഇപ്പോൾ പുതിയ കേബിൾ ഇട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ എങ്ങനെ, ഇതിപ്പോൾ 10 ക്യാമറ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ 10 എണ്ണം കാണുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ച ക്യാമറയാണ് ഇപ്പോൾ ഇതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുതിയ കേബിളാണ് ഇതിലിട്ടിരിക്കുന്നത്. പഴയ കേബിൾ മൊത്തത്തിൽ ജോയിന്റ് ചെയ്യൽ വേണ്ടാന്ന് വെച്ചു, ജോയിന്റ് ചെയ്തിട്ട് ശരിയായില്ല. അപ്പോൾ അതേപോലെ ഇതെങ്ങനെ തുറന്ന് ഫിറ്റ് ചെയ്യാമെന്നും കൂടെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കേബിൾ ഇതിപ്പോൾ ഇവിടെ വന്നു, ഇതിൽ നിന്ന് ഉള്ള കേബിളുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു 4 സ്ക്രൂ ഇതഴിച്ചാൽ ഈ ലെൻസൊക്കെ പുറത്തെടുക്കാം. കണക്ഷനൊക്കെ അകത്തുനിന്നാണ് വരിക. 2 കണക്ഷൻ ഇവിടെ നിന്ന് വരും, ബാക്കിയുള്ളത് 7 മറ്റോ ഇവിടെയാണ് വരുന്നത്. ബാക്കി 2 കണക്ടറാണ് ഇവിടെ വരുന്നത്. ഈ കണക്ടർ മൊത്തത്തിൽ അങ്ങനെ എടുത്തപ്പോൾ ഇത് നൈറ്റ് ഇതിപ്പോൾ അടിയിൽ അടച്ചു വെച്ചപ്പോൾ നൈറ്റ് ലാമ്പ് ഇപ്പോൾ കത്തുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറ ആയതുകൊണ്ടാണ് ഇതിലിങ്ങനെ ലൈറ്റ് വരുന്നത്. ഇരുട്ട് വരുമ്പോൾ മൊത്തം, മറ്റാകുമ്പോൾ ഇതിൽ ലൈറ്റ് വരില്ല, ഇൻഫ്രാറെഡ് ലൈറ്റ് നമുക്ക് കാണില്ല. ഇത് അങ്ങനെയല്ല, സാധാ നോർമൽ ലൈറ്റ് തന്നെയാണ് വരിക ഈ ടൈപ്പ് ക്യാമറയിൽ. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഇരുട്ട്, ഇനിയിപ്പോൾ വെളിച്ചം വരുമ്പോൾ അത് ഓഫാവും. ഇപ്പോൾ പുറത്തേക്ക് പിടിച്ചാൽ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ തീർന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാമറ ഇതിപ്പോൾ ഇനി അടയ്ക്കുക മാത്രമേ വേണ്ടൂ, അടച്ചത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് അടയ്ക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ടറും നമുക്ക് ഈ കളർ ഇത് നോക്കി ചെക്ക് ചെയ്തിട്ട് ഈ കണക്ടറും ഈ പിന്നു കൊണ്ട് ഓരോ വയറും ഊരിയെടുത്ത് കണക്ടർ മാറ്റണം. എന്നാലും ഇതിനകത്തുനിന്ന് നമുക്ക് ഊരിയിടാൻ പറ്റുള്ളൂ. ഇത് ചെറിയ ഹോളാണ്. ഈ ചെറിയ ഹോളിൽ ഈ കണക്ടറോട് കൂടി കയറില്ല. അപ്പോൾ ഈ വയറൊക്കെ ഈ കണക്ടറിൽ നിന്ന് നമ്മൾ ഈ പിന്നു കൊണ്ട് ചെറുതായി കുത്തിയ ഈ വയറൊക്കെ ഈ കണക്ടറിൽ നിന്ന് ഊരി കിട്ടും. അപ്പോൾ വരുമ്പോൾ നമ്മൾ കളർ മാറാണ്ട് ശരിക്കും ശ്രദ്ധിച്ചു വേണം. അപ്പോൾ പുതിയ ഇതും പഴയതും തമ്മിൽ കളർ കുറച്ച് മാറ്റുണ്ടാവും. 2 വയറിന് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഓരോ പിന്നും ഇവിടെ ഓരോ പിന്നിലും ഈ എൻഡിലും ചെക്ക് ചെയ്ത് നോക്കി ഏത് പിന്നിൽ എത്രാമത്തെ പിന്നിലാണ് ഓരോ കളർ എന്നുള്ളത് നമ്മൾ ഒരു ഡയഗ്രാഫ് വരച്ച് അതിൽ കളർ കോഡ് ഓരോ പിന്നിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് അഴിച്ചു മാറ്റാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഊരിയെടുത്താൽ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. വയർ മാറിപ്പോയാൽ പിന്നെ അത് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അഴിക്കണതിന് മുമ്പ് തന്നെ എല്ലാം നോട്ട് ചെയ്ത് മീറ്റർ വെച്ച് ഇതിൽ ഉള്ള 8 പിന്നാണ് ഇതിൽ വരുന്നത്. 9 വയറുണ്ടെങ്കിൽ 8 പിന്ന് ഇവിടെ വരും. ബാക്കി നമുക്ക് ഈ പവറിന് ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ഓരോ നമ്പറും ചെക്ക് ചെയ്ത് കളറൊക്കെ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പിന്നും അതിൽ നിന്ന് അഴിച്ചെടുത്താലാണ് നമുക്കിത് പുതിയ കേബിൾ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ ഈ വയർ കണക്ടർ ഇതിലുണ്ട് കൂടെ. അപ്പോൾ ഈ വയർ മാത്രമായിട്ടാണ് വരുന്നത്. ഇതിലിപ്പോൾ 9 വയർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ വയറും ഈ കണക്ടറും ഇതിപ്പോൾ അതിലേക്ക് വേണ്ട കണക്ടറാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഴയത് തന്നെ. നമ്മളിതിൽ പഴയത് തന്നെ ഉപയോഗിച്ചത്, കാരണം ഇതിൽ എണ്ണം കുറവാണ്. പക്ഷെ അത് വർക്ക് ചെയ്യും. എന്നാലും അതിന് അത്രയും ആവശ്യമില്ല, എല്ലാ വയറും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ അതിലുണ്ടായിരുന്ന പഴയതിൽ ഒരു ഈ വയറ് ആ പഴയ കണക്ടറിൽ കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതെങ്ങനെ തുറക്കാമെന്നും കൂടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് തുറക്കണം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു മൂടി ഇത് ഉണ്ട്. ഇത് നൈഫ് കൊണ്ട് പതുക്കെ ഇങ്ങനെ എടുക്കാൻ കിട്ടും. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതൊരു ഡസ്റ്റ് ക്യാപ്പാണിത്. അതെടുത്താൽ ഇവിടെ 4 സ്ക്രൂ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഈ 4 സ്ക്രൂ അഴിക്കുമ്പോഴാണ് തുറക്കാനായിട്ട് കിട്ടുക. അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ, ചെറിയ ടൈപ്പ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഇത് വരുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ 4 സ്ക്രൂ അഴിക്കാം. 4 സ്ക്രൂ അഴിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ തുറന്ന് കിട്ടും.
ഇത് 4 സ്റ്റീലിന്റെ 4 സ്ക്രൂ ആണ് ഇതിൽ വരുന്നത്. ഇതിലിപ്പോൾ 2 കണക്ടർ, ഇവിടെ ഒരു മെയിൻ കണക്ടർ വരുന്നുണ്ട്, ഇവിടെയും ചെറുത് അകത്തായിട്ട് ചെറിയ, അത് ലൈറ്റിന്റെ മൈക്കിന്റെ ആണ്. അത് ഇതിന്റെ മൈക്കിന്റെ കണക്ടറാണ് വരുന്നത്. ലൈറ്റിന് വേറെയാണ് 4 ഇത് 4 LED ആണ് ലൈറ്റ്. ഇവിടെ മൈക്ക് വരുന്നുണ്ട് ഇതിന്റെ, അപ്പൊ ആ മൈക്കിന്റെ കണക്ടറാണ് അത് വരുന്നത്. അപ്പൊ അതുപോലെ ഈ വയറ് നമുക്ക് ഇവിടെ നിന്ന് ഊരി എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ അകത്ത് വാട്ടർ സെയിലുണ്ട്, അപ്പൊ ആ സെയിലും തുറന്നെടുക്കണം. നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്ത് ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. ഇതിവിടെ ഈ നട്ട് അഴിച്ചാൽ മതി നമുക്ക് ഈ വയറ് അകത്തുനിന്ന് വാട്ടർ സെയിൽ അഴിച്ചെടുക്കാനായിട്ട്. ഇവിടെ കുറച്ച് ഡാമേജ് ഒക്കെ കാണിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്യാം. മൊത്തത്തിൽ അങ്ങ് പുതിയത് അങ്ങ് മാറ്റി പിന്നെ റിസ്ക് ഇല്ല, അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും ശരിയാകാതെ വന്ന ബുദ്ധിമുട്ടായി. അപ്പൊ ഈ നെട്ട് ഇങ്ങനെ അഴിച്ചാൽ മതി. ഇവിടെ അകത്തൊരു റബ്ബറിന്റെ വാഷറൊക്കെയാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ തള്ളിയെടുക്കാം. ഇതങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഈ നെട്ട് ഇതിലഴിച്ചെടുക്കാൻ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിനകത്ത് ഒരു റബ്ബറിന്റെ വാഷറുണ്ട്, ഇത് വെള്ളകത്ത് കയറാതിരിക്കാൻ. അപ്പോൾ ഈ ലോക്ക് നെട്ട് ഉണ്ട്, പിന്നെ ഈ വാഷറും. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഓർഡറിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും മറക്കരുത്, അല്ലാതെ ഫിറ്റ് ചെയ്താൽ പിന്നെ അത് വീണ്ടും തിരിച്ച് അഴിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഈ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ അത് മറന്നിട്ട് രണ്ടാമത് പിന്നെ അഴിച്ച് വീണ്ടും ചെയ്യേണ്ടി വന്നു. ഈ ഒരു പീസ് ഇടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ വാഷർ, ഇത് വാട്ടർ സെയിലുകളാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നും മിസ്സാവാതെ തിരിച്ചിടണം. ഇനി ഇവിടെ 2 കണക്ടറാണ് വരുന്നത്. അപ്പോൾ ഈ 2 കണക്ടർ വരി, ഇതിൻ്റെ വയറ് വരി, പുതിയ വയറ്, കളർ കോഡ് ഓർഡർ നോക്കി ഫിറ്റ് ചെയ്യുക. അത്രേ ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. അത് പതുക്കെ ഇങ്ങനെ വലിച്ചാൽ നമുക്ക് ഈ കണക്ടർ കിട്ടും. ഇതിപ്പോൾ മെയിൻ കണക്ടർ കിട്ടി. ഇതിൽ 7 വയറാണ് വരുന്നത്. അതേപോലെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ 4 ഇവിടെ സ്ക്രൂ അഴിച്ചിട്ട് വേണം, അത് അകത്തുനിന്നാണ്. അതിപ്പോൾ എടുക്കാനും ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെൻസ് തുറന്നെടുക്കാവുന്നതാണിത്. ഇവിടെ ഒരു സ്ക്രൂവും ഇവിടെ 2 സ്ക്രൂ ആണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചെറിയ മൈന്യൂട്ട് സ്ക്രൂകളാണ്, അപ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം അഴിച്ചെടുക്കാനും ഫിറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കണക്ടറും കൂടി, 2 വയറിൻ്റെ ഒരു കണക്ടർ ഉണ്ട്, അതും കൂടെ നമുക്ക് ഈ ഒരു ബോർഡും കൂടി അഴിച്ചെടുക്കാം. അങ്ങനെ 4 സ്ക്രൂ ആണ് ഇത് മൊത്തം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലൂസ് വരാൻ നോക്കണം, ഇല്ലെങ്കിൽ ലെൻസ് മൂവ്മെന്റ് ഇത് വരും, ഷെയ്ക്ക് വരും. ഇത് ലെൻസോട് കൂടിയാണ്. ഇതിനകത്ത് ഇതാണ് ക്യാമറയുടെ ലെൻസ്, ഇതാണ് വരുന്നത്. ഇതിൽ ഡസ്റ്റ് ആവാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഇതിപ്പോൾ അങ്ങനെ 4 സ്ക്രൂ. അപ്പോൾ ഇതിൻ്റെ ഈ കണക്ടർ, ഈ വയറിൻ്റെ കണക്ട് ഇതിപ്പോൾ ഇവിടെ കാണാം. അപ്പോൾ അതും കൂടെ നമുക്കിങ്ങനെ എടുക്കാനും ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് മറ്റേ പുതിയ വയറിൻ്റെ ഈ പിന്നുകൾ ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ ഇതിപ്പോൾ ഈ ഹോളിൽ ചെറിയൊരു പിന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് പതുക്കെ ഈ ഹോളിൽ വെച്ച് അങ്ങനെ അമർത്തിയാൽ അങ്ങോട്ട് വലിച്ചാൽ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കണക്ടറിൽ നിന്നുള്ള വയറുകളെല്ലാം പഴയ വയറിനെ എല്ലാം അഴിച്ചെടുത്തു. ഇതിപ്പോൾ പുതിയ വയർ ഇനി അതിൽ കണക്ട് ചെയ്യാണ് വേണ്ടത്. ഇത് അങ്ങനെ മാറ്റുകയാണിത്. ഇനി അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ കണക്ട് ഇതിനെ പ്രസ് ചെയ്താൽ മതി, കയറാൻ വിഷമമില്ല. ഊരി എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കും, അതിൻ്റെ ഉള്ളിൽ ലോക്ക് ഉണ്ട്. അപ്പോൾ പിന്നോട്ട് പതുക്കെ അമർത്തി സൂക്ഷിച്ച് വലിച്ച് ഊരി എടുക്കുകയാണ് ചെയ്യുക. ഇനി ഫിറ്റ് ചെയ്യുമ്പോൾ ഓർഡർ നോക്കിയാൽ അതെങ്കിലും വെറുതെ പ്രസ് ചെയ്താൽ തന്നെ ഉള്ളിൽ കയറി ലോക്കാവും. അപ്പോൾ നമുക്കത്, അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ കണക്ടർ ഫിറ്റ് ചെയ്യണതിന് മുമ്പ് ഇതിൻ്റെ ആദ്യം വരേണ്ട ഈ ക്ലാമ്പാണ്. ഇത് നമ്മൾ വാളിൽ ഫിറ്റ് ചെയ്യുന്ന, അപ്പോൾ ഇത് ആദ്യം ഫിറ്റ് ചെയ്യണം. ഇത് കടത്തിയിട്ടായിരിക്കണം. ഇത് കടത്താൻ മറന്ന പിന്നെ നേരത്തെ മറ്റേ ക്യാമറയിൽ അങ്ങനെ പ്രശ്നം വന്നു, ഇത് മറന്നുപോയി ഈ ഒരു പീസ് ഇടാൻ. അപ്പോൾ അതുപോലെ ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ ലോക്ക് നെട്ടാണ്, റബ്ബർ വാഷർ, ലോക്ക് നെട്ട്. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കവറിനകത്തോടെ കടത്തുകയാണ് വേണ്ടത്. ഈ കവറിനോട് കടത്തിയിട്ട് പിന്നെ കണക്ടർ ഫിറ്റ് ചെയ്ത് വെറുതെ ഇടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഇട്ട്
നമുക്ക് കണക്ട് ഫിറ്റ് ചെയ്യാം. ഇതിപ്പം ഇത്രയും ചെയ്ത ഇനി ഈ വാഷർ ഇതിനകത്ത് കയറ്റി ഈ നെട്ടിട്ട് ടൈറ്റ് ചെയ്ത പിന്നെ വാഷർ ഈ വയറ് ലോക്ക് ആവും ഇതിൽ, പിന്നെ ഇളകെ അകത്ത് കണക്ടറിന് ഡാമേജ് ഒക്കെ വരാതിരിക്കാനും വെള്ളം കയറാതിരിക്കാനും ഈ വയറ് ലോക്കായി നിൽക്കണം. ഇത് ഇളകാൻ പാടില്ല. ഇളകിയ ഉള്ളിൽ കണക്ടറിൽ നിന്ന് വിട്ടുപോയ ലെൻസ് ഇതൊക്കെ തകരാറ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഈ കണക്ടർ ഫിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ടറുകളൊക്കെ കണക്ടർ പഴയതാണ്, വയറ് കേബിൾ മാത്രം പുതിയ കേബിളിലിട്ട് എല്ലാം ഓർഡർ കറക്റ്റാക്കി അതിൽ ഫിറ്റ് ചെയ്തത്. നമ്മൾ ഡയഗ്രം ഒക്കെ നോക്കി അതനുസരിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതനുസരിച്ച് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ മൈക്കിൻ്റെ ഈ സെൻസർ ഈ വയർ മാത്രം ഇപ്പോൾ ആദ്യം കണക്ട് ചെയ്യണം, എന്നാലാണ് ഇത് ഫിറ്റ് ചെയ്താൽ പിന്നെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇത്രയേ ഉള്ളൂ. വെറുതെ എല്ലാം പ്രസ് ചെയ്യുമ്പോൾ ലോക്ക് ആവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ലെൻസ് തിരിച്ച് ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യണം. 2 സ്ക്രൂ ഈ ലെൻസിന് വരുന്നുണ്ട്. സ്ക്രൂ എടുത്ത് മാഗ്നറ്റിക് ആയതുകൊണ്ട് പോവില്ല, അതങ്ങനെ പൊട്ടിയിരുന്നോളൂ. അപ്പോൾ സ്ക്രൂ ഡ്രൈവറൊക്കെ മാഗ്നറ്റിക് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ഹോളിലൊക്കെ കയറി പോകാം. അടുത്തായിട്ട് ഇതിൻ്റെ ഈ ബോർഡാണ് അതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹോൾ ഈ 2 ഇതിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്യാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ കണക്ടർ ഇതിൽ ഫിറ്റ് ചെയ്താൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടത്. നമുക്കിത് അടച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ കണക്ടറും എല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഇപ്പോൾ ഈ ക്യാമറയാണ് ഇപ്പോൾ നിലവിൽ ഇതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാറ്റി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ശരിയായിട്ടുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ പുറത്തേക്ക് വെച്ച് നമ്മൾ ഇതിപ്പോൾ NVRൽ നിന്ന് നേരിട്ടുള്ള കണക്ഷനാണ്, നമ്മൾ മുകളിൽ നിന്ന് NVRൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ അത് പോയിന്റ് പഴയതിൻ്റെ പോയിന്റ്. അപ്പോൾ ഇത് നമ്മളിത് ഇനി സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്താൽ ഒരു പുതിയ ക്യാമറ അപ്പോൾ വെക്കുമ്പോഴും ഒന്ന് സ്കാൻ ചെയ്താലേ കണക്റ്റ് ആവുള്ളൂ. നേരിട്ട് കണക്ട് ചെയ്താൽ മിക്കവാറും വരാറില്ല. അപ്പോൾ ഒന്ന് സ്കാൻ കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇത് സെർച്ച് ചെയ്യണത് ഇതിപ്പോൾ ഒരെണ്ണം മാത്രം 10ാമത്തെ നോട്ട് കണക്റ്റഡ്, ബാക്കി 9 എണ്ണയിൽ കണക്റ്റഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കളഞ്ഞിട്ട് നമുക്ക് പുതിയത് സെർച്ച് കൊടുക്കാം. ഓക്കെ, ശരിയാണെങ്കിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വരും, ഇതിൻ്റെ വർക്കിംഗ് ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ വരില്ല. അത് നമുക്കൊന്നും കൂടെ നോക്കാം. ഇതിപ്പോൾ പുതിയ ക്യാമറ ഇതിൽ വന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ പുതിയതിൻ്റെ. അപ്പോൾ ഇതിൽ ഇനി നമുക്കത് ആഡ് കൊടുക്കാൻ വേണ്ട. ഇതിൽ ആഡ് ചെയ്യാനുള്ള ഈ ബട്ടൺ അമർത്തി അത് ഇതിൽ കണക്റ്റ് ആവും. ഇതിപ്പോൾ അത് ഇവിടേക്ക് വന്നു. ഇതിപ്പോൾ കണക്റ്റഡ്. ഇപ്പോൾ ആ ക്യാമറ ഇതിൽ കണക്റ്റ്. ഇപ്പോൾ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളത് അപ്ലൈ കൊടുക്കണം, എന്നിട്ട് എക്സിറ്റ് ചെയ്താൽ ഇപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ക്യാമറയാണ്. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അത് ഊരി എടുത്ത് ഇപ്പോൾ 2ാമത് വയർ കണക്ട് ചെയ്തപ്പോൾ പുതിയ ക്യാമറ ഇതാണ് പുതിയ ഉള്ളത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്യാമറയും കേബിള് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, രണ്ടും മൊത്തത്തിൽ വയർ മാറ്റുകയാണ് ചെയ്തത്. ആ വയർ ഫുള്ളായിട്ട് മാറ്റി കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാൻ നിന്നില്ല. മുമ്പ് ഒരിക്കൽ പ്രശ്നമായിട്ട് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തു, വർക്കായി. പക്ഷേ ഇതിലിപ്പോൾ ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മൊത്തത്തിൽ മാറ്റി. ഇനി ഇത് ക്ലോസ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഫുൾ വിൻഡോ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ക്യാമറ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടയ്ക്കാൻ വേണ്ടു. അപ്പോൾ അടയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതിന് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ വെച്ച് ഈ സീല് ഇതിൽ നീക്കി വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റ് ആവശ്യമുള്ള ലെങ്ത്തിൽ എത്രയും ആവശ്യമുള്ളൂ. കുറച്ച് ലെങ്ത്ത് കുറച്ച് അകത്തേക്ക് കുറച്ച് വരണം. ആവശ്യത്തിന് വെച്ച് നന്നായി ടൈറ്റ് ചെയ്താൽ ഇത് പിന്നെ ഇളകില്ല, വയർ അതിനകത്ത് ലോക്കായിരുന്നോളും. അങ്ങനെ വെച്ച് ശരിക്കും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നന്നായി ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കടക്കാൻ ചാൻസ് ഉണ്ട്. ഔട്ട്ഡോറാണ് നമ്മളൊക്കെ വെക്കുന്നതൊക്കെ, ഔട്ട്ഡോറാണ്. എല്ലാ ക്യാമറയും ഔട്ട്ഡോറാണ്. ഇത്
അപ്പോൾ ഇത് നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ ക്ലോസ് ചെയ്യാം. ഇത് വെച്ച് അടയ്ക്കാം. അതുപോലെ ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു വാട്ടർ സീലുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ അടയ്ക്കുമ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സീലൊക്കെ ഇടാൻ മറക്കാൻ പാടില്ല. അതായത് സീലൊക്കെ മറന്നാൽ പിന്നെ അത് ഉള്ളിൽ വെള്ളം കിടക്കാൻ ചാൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ 4 സ്ക്രൂ ഇട്ടാൽ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിതിൻ്റെ 2 ക്യാമറ ഇതിപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ക്യാമറയും കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 2ലും പുതിയ വയറാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പഴയ വയറൊക്കെ മാറ്റി പുതിയ വയർ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് തീർന്നത്. എപ്പോഴും കേബിളിന് തന്നെയാണ് സാധാരണഗതിയും പ്രശ്നങ്ങൾ വരുന്നത്, അല്ലാണ്ട് ക്യാമറയ്ക്ക് അങ്ങനെ വരുന്നില്ല. ഈ ഒരു ക്യാമറ ഏകദേശം 3000-ലധികം രൂപ വില വരുന്നുണ്ട്. 2 ക്യാമറ അപ്പോൾ 6000 രൂപ വില വരുന്നതാണ്. 2 ഡാമേജ് പറഞ്ഞ് നമ്മൾ മാറ്റുകയാണെങ്കിൽ എത്രയും രൂപ വരുന്നത്? നമ്മൾ ഒരെണ്ണം 350 രൂപ ചെയ്താൽ ഇപ്പോൾ ഓരോന്നിനും ചിലവ് വന്നുള്ളൂ. 350 രൂപ മുടക്കി ഇപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് വർക്കിംഗ് ആയി. അല്ലാതെ ഇരുന്ന് മാറ്റേണ്ടി വന്ന ഒരു 3000-ലധികം രൂപ നമുക്ക് ഇത് ഓരോന്നിനും വേണ്ടി മുടക്കേണ്ട ആവശ്യം വരും. അത് നമുക്കപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ അഴിച്ച് ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ക്യാമറ മാറ്റാതെ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഇതിൽ ക്യാമറകൾക്കൊക്കെ വരുന്ന കംപ്ലൈൻറ്റ് കേബിളിൽ തന്നെ കണക്ടർ പലപ്പോഴും ഇതിൻ്റെ ഈ ടെർമിനൽ ചിലപ്പോൾ സ്പാർക്ക് ലൂസ് കോണ്ടാക്ട് എന്തെങ്കിലും വന്ന് കത്തിപ്പോവുക, അങ്ങനെയൊക്കെ കരിഞ്ഞ് വരിക, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഈ കേബിൾ മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും പറഞ്ഞ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.